Hello friends, welcome to our channel African Safari Life. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്ന് ഈ ഇൻട്രോ ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇന്നത്തേക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു 2 സുഹൃത്തുക്കളും ചേർന്നിട്ട് നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് പോയിട്ട് വരാവുന്ന ഒരു ചെറിയ ടൗണുണ്ട്. ആ ടൗണിൽ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കാം. പിന്നെ എന്നോട് എല്ലാവരും ദയവായി ഒരു കാര്യത്തിന് ക്ഷമിക്കണം. ഞാൻ സാധനങ്ങളുടെ റേറ്റൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഇവിടുത്തെ കാശ് ഷില്ലിംഗ് ആണ് കേട്ടോ, ഷില്ലിംഗ് ആണ്. അപ്പം ഞാൻ തുടക്കത്തിൽ അതൊക്കെ ശ്രദ്ധിച്ചുവെങ്കിലും പിന്നെ എൻ്റെ കൈവിട്ട് പോയി, ഞാൻ രൂപ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ എന്താണ്, അപ്പോൾ ഞാനിന്ന് പോയത് എൻ്റെ ഇവിടുത്തെ നൈബറുമാണ്, സുഹൃത്തുമാണ്, 2 പേരുണ്ട്. അവർ 2 പേരും നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അവിടുത്തെ ഷോപ്പുകളൊക്കെ പരിചയമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും നല്ലതല്ലേ. അപ്പോൾ അതാണ് അവരൊക്കെ ആയിട്ടൊന്ന് പോയി ഒരു ജോളിയായി. പിന്നെ നമ്മളിതാ ഒരു ഹെഡ്സെറ്റ് പുതിയത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം വോയിസിൻ്റെ പ്രശ്നം, ദൈവമേ അതും മറന്നുപോയി, വോയിസിൻ്റെ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ സ്പീക്കറൊക്കെ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെന്താണ് പറയാനുള്ളത്? എന്നാൽ ശരി, എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. ശരിക്കും എല്ലാവരും ഒന്നിച്ച്, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരു കെനിയയിലെ മുംബാസയിലെ കിൽഫി ടൗണിൽ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പം കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ 2 ഫ്രണ്ട്സാണ്. അവരുടെ പേര് ഹീന, ഭാവന എന്നാണ്. അപ്പോൾ രണ്ടാളും അവിടെ നല്ല വർത്താനമാണ് അവരുടെ ഭാഷയിൽ. ഞാനപ്പോൾ വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തൊട്ടേ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇറങ്ങണത് ഇത്തിരി ലേറ്റായ കാരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ ഞാൻ അതൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ആ വണ്ടിയിൽ കിച്ചുവിൻ്റെ കൂട്ടുകാരിയാണ് അത്. അവർ രണ്ടാളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവരുണ്ട്, നമ്മുടെ അപ്പുണ്ട്, ഡ്രൈവറുണ്ട്. പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു ടൗണ്. മെയിൻ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂർ, 1 അവറിൻ്റെ അടുത്തുണ്ട് മെയിൻ സിറ്റിയിലോട്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ടൗണാണ്. അപ്പൊ അവിടെ ഒരു പുതിയൊരു കടയുണ്ട്. അപ്പൊ എനിക്കറിയില്ല ഷോപ്പ്. അപ്പൊ ഇവര് പറഞ്ഞു എന്നാൽ ഞങ്ങളും വരാം, നമുക്ക് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോവാം, കടയൊക്കെ കാണിച്ചു തരാം. എന്നാ പിന്നെ അതല്ലേ നല്ലതെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോവാം. നമ്മളിവിടെ ഇതൊരു കാറിൻ്റെ സ്പെയർ പാർട്സ് കടയാണ് ഇത്. ശരി, ഇത് ഇവിടെയുള്ളൊരു ബുച്ചറിയാണ്, ഇറച്ചിയൊക്കെ കിട്ടുന്ന ഷോപ്പ്. ഒരു കുത്തി വെള്ളം വേണമായിരുന്നു, ഞാൻ നോക്കട്ടെ. ഹായ് ജാമ്പു. This one is beef or goat? This beef. Hi. It's a vegetables. ചെറിയൊരു ബുച്ചറി ഷോപ്പാണ്. ഇവിടെ വെള്ളമുണ്ട്.
കുറച്ച് വെള്ളവും സാധനങ്ങളൊക്കെ. നമ്മുടെ സേമിയം സുറാമ്പായ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ബീൻസാണ് കേട്ടോ, ഇവർ ഉപയോഗിക്കുന്ന ബീൻസുകളാണ്. പാസ്ത, സേമിയയുടെ ഉപ്പ്. ഇവർ കൂടുതലായിട്ട് ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയൊക്കെയാണ് വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ചെറിയ ടൗൺ എന്ന് പറഞ്ഞത്. ഇത് കാറിൽ ചോളം വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ, കണ്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവരുടെ പരിചയമുള്ള കുറച്ച് ഗുജറാത്തീസിനെയും കൂടി കിട്ടി. അപ്പം അവരുണ്ട് നമ്മുടെ ഒപ്പം ഷോപ്പിങ്ങിന്. ചീര മാർക്കറ്റ് സൈഡാണേ. ജാംബോ ഇവിടെ ക്യാബേജും ചീരയൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കേ. ഇവിടുത്തെ ഒരു ടൈലറിംഗ് ഷോപ്പ് കാണിച്ചു തരാട്ടോ. വാവയുടെ മുടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. സ്റ്റിച്ചിങ് ഷോപ്പ്. ഇനി ഇവിടത്തെ ഒരു സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു കടയിലോട്ട് പോവാം. ടവല്, പാത്രങ്ങള്, ഗെയിം ഓപ്പണറും എല്ലാം കൂടി, അല്ലാണ്ട് ഒരു ചോപ്പിംഗ് ബോർഡ്. ഈ സെറ്റിന് ഇവിടെ 500 ഉള്ളു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞൊരു പ്രാവശ്യം മേടിച്ചത് വേറൊരു മോളിൽ നിന്ന് മേടിച്ചത് 1000-ന് മേലെ വന്നു. ഇവിടെ കണ്ടോ അതേപോലെ തന്നെ ഉണ്ടോ. പക്ഷെ 500 രൂപയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു, ഈ കടയിൽ ഇത്തിരി വില കുറവുണ്ട്. എനിക്ക് ഈ കട പരിചയമില്ല. ഞാൻ അതാണ് ഇന്നിപ്പോൾ ഇവരുടെ കൂടെ വരാനേ കാരണം. അത് ഈ കടയൊന്ന് കാണണമായിരുന്നു. കത്തിയും കത്രിക എല്ലാം കൂടി സെറ്റാണിത്. സ്റ്റാൻഡ് ഇതൊക്കെ ചൈന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഈ സെറ്റ് കളർ സ്പൂൺ സെറ്റാണ് കേട്ടോ. കട്ട്ലറി സെറ്റ്. പാത്രങ്ങൾ ഇതിപ്പോൾ ഈ ഒരു സെറ്റിന് 1 2 3 4 5 പാത്രമുണ്ട്. 4350. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ. ഓയിൽ ഡിസ്പെൻസർ 150 രൂപ. ഇത് സെറ്റായിട്ട് പാത്രം ഇരിക്കുന്നുണ്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു സെറ്റായിട്ടൊക്കെയാണ് കിട്ടുക. അവരുടെ മോക്കടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനുള്ള പർച്ചേസിങ്ങിലാണ്. പല ടൈപ്പ് ബീറ്ററുകൾ, പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. 400. ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇടിക്കണ കല്ലുണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ. 750. ഇവിടെ റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ചില കടകളിലൊക്കെ ഇതിലും ഭയങ്കര വിലയായിരിക്കും. ഇവിടെ വില വലിയ പ്രശ്നമില്ല. ജാമ്പു ഗ്ലാസ് സെറ്റ്.
This is one set 300. This glass. Okay. ഇതൊരു പ്ലേറ്റ് ആണ് കേട്ടോ 200. ഫിഷിൻ്റെ മോഡലൊരു പാത്രം. ഇതൊക്കെയാണ് ഈ കടയിലൊരു ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ജഗ്. ഇത് നമ്മുടെ വീട്ടിലൊരെണ്ണം ഉണ്ട്. ജഗ് വേണ്ട, നല്ല അടിപൊളി. ദിവ കമ്പനിയുടെ 5990 ഷില്ലിങ്ങാണ് കേട്ടോ സെറ്റ്. പക്ഷെ കളറ് കൊള്ളാം. വാട്ടർ കെറ്റിൽ. ഇവിടെ ഇത്തിരി ഇങ്ങനത്തെയൊക്കെ ചിലവാകുന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇവിടുത്തെ മിക്സികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ബ്ലെൻഡർ ആയിരിക്കും. ജ്യൂസർ ബ്ലെൻഡർ. ദിസ് ഇസ് ബ്ലെൻഡർ. നമ്മുടെ മിക്സി പോലെ അത്രയ്ക്ക് അങ്ങ് അറിയില്ല. ഇവർക്കെല്ലാം ഒന്ന് അങ്ങോട്ട് ജ്യൂസ് ആക്കുകയല്ലേ വേണ്ടുള്ളൂ. പക്ഷെ നമ്മുടെ മിക്സികൾ കിട്ടും. അത് ചില കടകളിൽ മാത്രമേ നമ്മുടെ മിക്സി കിട്ടുള്ളൂ. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടത്തേക്ക് ഇങ്ങനത്തെ ആയിരിക്കും. ഇതൊക്കെ ഫിലിപ്സിൻ്റെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയിലിരുന്നത് ഓവനാണ്. ഓവൻ ഇത്ര 12,150. പിന്നെ ഫ്ലാസ്കുകൾ, വാട്ടർ ബോട്ടിലുകൾ. കുട കണ്ടോ? കുട. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അത്രയും കുടയുടെ സ്ട്രോങ് അല്ല കേട്ടോ. ഈ ഒരു കുടയ്ക്ക് 400. കുഴപ്പമില്ല. ഈ കടയിലത്തെ വില അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഉണ്ണിയപ്പിച്ചട്ടിയാണെന്ന് തോന്നുന്നു. അതേപോലെ ഇരിപ്പുണ്ട് 900. ഇത് എന്തിൽ വെക്കുന്നത്? അടുപ്പിലാണോ ഇൻഡക്ഷനിലോ എന്തിലാണോ അറിയില്ല. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കണതാട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ. എന്നാൽ നമുക്ക് ഇനി പൈസ കൊടുത്തിട്ട് അടുത്ത കടയിലോട്ട് പോവാം. ഹിമാലയയുടെ ഫേസ് വാഷ് ഇവിടുത്തെ ചെറിയ കടകളിലും വന്നു തുടങ്ങി. 200 രൂപ. കണ്ടപാടെ എല്ലാവരും ചാടി എടുത്തിട്ടോ. ഇത് നമ്മളിപ്പോഴും മീൻ മേടിക്കുന്ന ഒരു കടയാട്ടോ. അവിടേക്ക് ഒന്ന് പോയി നമുക്ക് മീൻ നോക്കിയിട്ട് വരാം. ഇതിൻ്റെ അടുത്തൊക്കെ കാണുന്നത് ബുച്ചറികളാണ്. ഇറച്ചി മീനൊക്കെ മേടിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു ചെറിയ ഷോപ്പ്. ഈ കൊച്ചിനെ കിടത്തി ഉറക്കിയേക്കുന്നുണ്ട്. കണ്ടോ? ഇതൊക്കെയാണ് കിലിഫി ടൗണിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇവിടെ ശരിക്കൊരു 2 നില ഫ്ലോറിൽ 2 ഫ്ലോറായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് വലുത് ഉണ്ടായിരുന്നു. 1 മാസം മുന്നേ അത് ക്ലോസ് ചെയ്തു. അവർക്കത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി. മക്കൾ ഉറങ്ങിപ്പോയി. അതാണ് മക്കളെ കാണാത്തത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ വീഡിയോകൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും